ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ക്വാഡ്രാറ്റിക് ഫോംസ്. ക്വാഡ്രാറ്റിക് ഫോം ഓഫ് എ വെക്ടർ എക്സ് എന്ന് പറയുന്നത് വി ക്യാൻ റിട്ടേൺ ഇൻ ദ ഫോം എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ്. ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുന്ന ഫോമിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ടു കോമ്പണൻസ്, വെക്ടറിൽ x1 x2 എന്ന് പറഞ്ഞ രണ്ട് കോമ്പണൻസ് ആണ് ഉള്ളതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ax1 സ്ക്വയർ പ്ലസ് 2h x1 x2 പ്ലസ് bx2 സ്ക്വയർ. അതായത് x1 സ്ക്വയറിൻ്റെയും x2 സ്ക്വയറിൻ്റെയും ഓരോരോ കോമ്പണൻറ്റ്, പിന്നെ x1 x2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ മൂന്ന് കോമ്പണൻ്റ് ആണെങ്കിൽ x1 x2 x3 ഇങ്ങനെ 3 കോമ്പണൻസിലാണെങ്കിൽ ax1 സ്ക്വയർ പ്ലസ് bx2 സ്ക്വയർ പ്ലസ് cx3 സ്ക്വയർ എന്ന് പറഞ്ഞ മൂന്ന് ടേം. പിന്നെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ x1 x2 വരുന്ന ഒരു ടേം, x2 x3 വരുന്ന ടേം, x1 x3 വരുന്ന ടേം. അപ്പോൾ 2h x1 x2 പ്ലസ് 2g x2 x3 പ്ലസ് 2f x1 x3. ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഫോമാണ് ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ അതിൻ്റെയൊക്കെ പവർ രണ്ടായിരിക്കും, x1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ, പിന്നെ x1 x2 x2 x3 x1 x3. അപ്പോൾ ഇതിനൊക്കെ പവർ 2 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം നമുക്ക് അതിനെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള മാട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാം നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, 2 കോമ്പണൻസ് ആണെങ്കിൽ ax1 സ്ക്വയർ പ്ലസ് 2h x1 x2 പ്ലസ് bx2 സ്ക്വയർ. ഈ ഒരു രീതിയിൽ വരുന്നതിന് നമ്മൾ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് x1 x2, അതിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ റോ ആയിട്ട് എഴുതി. ദെൻ അതിന് അസോസിയേറ്റ് ആയിട്ട് വരുന്ന മാട്രിക്സ് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ x1 സ്ക്വയറിൻ്റെയും x2 സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻസിനെ ഡയഗണലി എഴുതുക. അതായത് എ ബി അത് രണ്ടും ഡയഗണലിൽ വരും. പിന്നെ x1 x2ൻ്റെ കോഎഫിഷ്യൻ്റ് അത് 2h ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് h എടുക്കുക. എന്നിട്ട് ബാക്കി 1/2 പൊസിഷനിലും 2/1 പൊസിഷനിലും ആ ഒരു x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് വെച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ എക്സ് എന്ന് പറയുന്നത് x1 x2. അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊരു 2 കോമ്പണൻറ്റ് വരുമ്പോൾ 2 കോമ്പണൻറ്റ് x1 x2 എന്ന് പറയുന്ന 2 കോമ്പണൻറ്റിലുള്ള വെക്ടർ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് 2/2 മാട്രിക്സ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ 3/3 ആണെങ്കിൽ നമുക്കറിയാം ജനറൽ ഫോം എന്ന് പറയുമ്പോൾ ax1 സ്ക്വയർ പ്ലസ് bx2 സ്ക്വയർ പ്ലസ് cx3 സ്ക്വയർ, പിന്നെ x1 x2ൻ്റെ കോമ്പണൻറ്റ് 2h, ദെൻ പ്ലസ് 2g x2 x3 പ്ലസ് 2f x1 x3. ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതിനെ നമ്മൾ മാട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു, അതായത് x1 x2 x3 ഇൻറ്റു പിന്നെ എ എന്ന് പറയുന്ന മാട്രിക്സ് എഴുതണം. എ എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെ എഴുതും? x1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ, ഇതിൻ്റെ മൂന്നിൻ്റെയും കോഎഫിഷ്യൻറ്റ് ഡയഗണലിൽ വരും, എ ബി സി. പിന്നെ x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 2h ആണ്, അതിൻ്റെ ഹാഫ് എടുക്കുക h, അത് 1/2 പൊസിഷനിലും 2/1 പൊസിഷനിലും കൊടുക്കുക. അതായത് h ഇവിടെ 1/2 പൊസിഷനിലും 2/1 പൊസിഷനിലും. പിന്നെ x2 x3 അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2g ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് 2/3 പൊസിഷനിലും 3/2 പൊസിഷനിലും കൊടുക്കുക. പിന്നെ x1 x3യുടെ കോഎഫിഷ്യൻറ്റ് 2f, അപ്പോൾ അതിൻ്റെ ഹാഫ് വീതം 1/3 പൊസിഷനിലും 3/1 പൊസിഷനിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാട്രിക്സ് ഫോം ചെയ്യാം. ദെൻ യു ക്യാൻ റൈറ്റ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെട്രിക്സ് എഴുതാനുള്ള ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നോക്കാം. Give the matrix form associated with the quadratic form 6x1 square plus 15x2 square plus 3x3 square minus 4x1 x2 plus 14x2 x3 minus 7x1 x3. അപ്പോൾ എങ്ങനെ എഴുതും? നമുക്ക് ആദ്യം ആ ഒരു മെട്രിക്സ് ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ മെട്രിക്സ് മാത്രം എഴുതി കാണിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം x1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിന് അതേ ഓർഡറിൽ നമ്മൾ ഡയഗണലിൽ എഴുതുക. അതായത് 6 15 3 അല്ലേ. പിന്നെ നോക്കുക 1/2 പൊസിഷനിൽ -4 ആണ് കോഎഫിഷ്യൻറ്റ്. x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റ് -4 ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫ് -2.
ആ -2 ആയിരിക്കും 1/2 പൊസിഷനിലും 2/1 പൊസിഷനിലും വരുന്നത്. ഓക്കെ, അപ്പോൾ -2 ഇവിടെയും കൊടുക്കാം. പിന്നെ x2 x3 എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് 14 ആണ്. അപ്പോൾ 14ൻ്റെ പകുതി 7. ആ 7 2/3 പൊസിഷൻ, അതായത് 2 3ഉം 3 2ഉം 7 കൊടുക്കാം. ഓക്കെ, ദെൻ x1 x3യുടെ കോഎഫിഷ്യൻറ്റ് -7 ആണ്. -7ൻ്റെ ഹാഫ് -7/2, അത് 1/3 പൊസിഷനിൽ -7/2 അവിടെ, അതുപോലെ 3/1 പൊസിഷൻ ഇവിടെ -7/2. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിന് അസോസിയേറ്റ് ആയിട്ടുള്ള മാട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് എഴുതാം, Q = X ട്രാൻസ്പോസ് ഇൻറ്റു A ഇൻറ്റു X എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് കനോണിക്കൽ ഫോമിലേക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ക്യാൻ റൈറ്റ് ദിസ് ഫോം ഇൻ ദ ഫോം λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ എക്സെട്ര λn yn സ്ക്വയർ എന്നുള്ളൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. വേർ ദീസ് λ1 λ2 എക്സെട്ര ആർ ദ ഐഗൺ വാല്യൂസ് ഓഫ് ദിസ് മെട്രിക്സ് എ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിട്ടാണ് കിട്ടുന്നത്, അല്ലേ? ആ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ്, അത് ഇപ്പോൾ 2/2 ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും, λ1ഉം λ2. 3/3 ആണെങ്കിൽ 3 എണ്ണം, λ1 λ2 λ3. അപ്പോൾ ആ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ പ്ലസ് എക്സെട്ര ആ ഒരു രീതിയിൽ എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ കനോണിക്കൽ ഫോം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് കൈൻഡ് ഓഫ് കോണിക് സെക്ഷൻ ഓർ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഗിവൺ ബൈ ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോമിനെ നമ്മൾ ഈ ഒരു രീതിയിൽ കനോണിക്കൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ ഒരു കോണിക് സെക്ഷനോ അതല്ലെങ്കിൽ ഒരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനോ ആയിരിക്കും. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു ദ പ്രിൻസിപ്പൽ ആക്സസ്. Express x transpose equal to x1 x2 in terms of new coordinate vector y transpose equal to y1 y2. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 17x1 സ്ക്വയർ മൈനസ് 30x1 x2 പ്ലസ് 17x2 സ്ക്വയർ ഈക്വൽ ടു 128. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ ആദ്യം നമുക്കതിനെ അതിൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്ത് വരും, x1 സ്ക്വയറിൻ്റെയും x2 സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻറ്റ് 17 ആണ്. അപ്പോൾ ആ 17 എന്നുള്ളത് ഡയഗണലിൽ വരും. പിന്നെ x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റ് -30, -30യുടെ പകുതി -15 അത് 1/2 പൊസിഷനിലും 2/1 പൊസിഷനിലും കൊടുക്കാം. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു സിമെട്രിക് മെട്രിക്സ് എ എടുക്കാം. 17 -15 -15 17. ഈ ഒരു മെട്രിക്സിൻ്റെ നമുക്ക് എന്ത് വേണം, ഇനി ഇതിനെ കനോണിക്കൽ ഫോമിലേക്ക് എഴുതണമെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് λ1ഉം λ2ഉം കണ്ടുപിടിക്കണം. ഐഗൺ വാല്യൂസ് കാണാൻ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പഠിച്ചതാണ്. ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഐഗൺ വാല്യൂ കാണാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് a മൈനസ് λ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് 17 മൈനസ് λ -15 -15 17 മൈനസ് λ ഈക്വൽ ടു 0 എന്ന് വരും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 17 മൈനസ് λ അത് സ്ക്വയർ മൈനസ് 15 സ്ക്വയർ 225 equal to 0. So you can write 17 minus lambda the square is equal to 225. So 17 minus lambda will be equal to root of 225, അതായത് പ്ലസ് ഓ മൈനസ് 15. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് 2 or 32 എന്ന് കിട്ടും. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു 2 or ലാംഡ ഈക്വൽ ടു 32. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഐഗൺ വാല്യൂസ് λ1 is equal to 2, λ2 equal to 32. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കനോണിക്കൽ ഫോം എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞത് λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമുല. അപ്പോൾ ഇവിടെ λ1ഉം λ2ഉം 2ഉം 32. അപ്പോൾ 2y1 സ്ക്വയർ പ്ലസ് 32y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ 128 ആണ്, അല്ലേ? 128. അപ്പോൾ അതവിടെ കൊടുക്കാം. 2y1 സ്ക്വയർ പ്ലസ് 32y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 128. ഇത്രയാണ് കനോണിക്കൽ ഫോം. ഇനി ഇത് ഏത് കോണിക് സെക്ഷൻ ആണോ അല്ലെങ്കിൽ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്
ക്വസ്റ്റ്യനും കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ ഈക്വൽ ടു 128 ആണുള്ളത്. അപ്പോൾ ആ 128 വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അപ്പോൾ എന്ത് വരും, 2y1² ബൈ 128 പ്ലസ് 32y2² ബൈ 128 ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിൽ 1 കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്താൽ 2ഉം 128ഉം ക്യാൻസൽ ചെയ്താൽ 64 വരും. അതുപോലെ തന്നെ 32ഉം 128ഉം ക്യാൻസൽ ചെയ്താൽ 4ഉം വരും. സോ y1² ബൈ 64 പ്ലസ് y2² ബൈ 4 ഈക്വൽ ടു 1. അതായത് y1² ബൈ 8² പ്ലസ് y2² ബൈ 2² ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ നിങ്ങൾ മുമ്പ് +2 പഠിച്ചിട്ടുണ്ടാവും x1² ബൈ a² പ്ലസ് x2² ബൈ b² ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലുള്ള ജനറൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, എലിപ്സ് അല്ലേ. എലിപ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ വന്നാൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു ഫോമിലാണ്, y1² ബൈ 8² പ്ലസ് y2² ബൈ 2² ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ. സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് കനോണിക്കൽ ഫോം റെപ്രസെൻറ്റ് എൻ എലിപ്സ്. അപ്പോൾ 3 മാർക്കിന് കനോണിക്കൽ ഫോമിലേക്ക് എഴുതാൻ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ λ1 y1² പ്ലസ് λ2 y2² ഈക്വൽ ടു 128 എഴുതാം. അതിൻ്റെ കൂടെ ഏത് കോണിക് സെക്ഷനാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്, ഒരു കോണിക് സെക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ 1 ആക്കണം. സോ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് അത് ഏത് കോണിക് സെക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും കൂടെ എഴുതാം. ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പാർട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വി ഹാവ് ടു എക്സ്പ്രസ് ദിസ് എക്സ് ട്രാൻസ്പോസ് ഇൻ ടേംസ് ഓഫ് വൈ ട്രാൻസ്പോസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് x1 x2 എന്ന് പറഞ്ഞ 2 വെക്ടറിലാണ്. ഇപ്പോൾ നമുക്ക് കനോണിക്കൽ ഫോമിൽ വേറെ 2 വെക്ടർ y1 y2 എന്ന് പറയുന്ന 2 കോമ്പണൻസ് ആണ് കിട്ടിയത് അല്ലേ. എക്സ് എന്ന് പറഞ്ഞ വെക്ടർ x1 x2 എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളത് മാറ്റി y1 y2 എന്നുള്ള കോമ്പണൻറ്റിലേക്കാണ് കനോണിക്കൽ ഫോം എഴുതിയത്. അപ്പോൾ ഈ ഒരു എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിനെ നമ്മൾ വൈ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു 2 ഐഗൺ വാല്യൂസ് ഇപ്പോൾ കിട്ടി, ആ 2 ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കാണാം. അപ്പോൾ ആദ്യം λ ഈക്വൽ ടു 2ന് കാണാം. λ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്കറിയാലോ ഐഗൺ വെക്ടർ കാണാൻ a-2i. a-2iയുടെ വെക്ടർ മാട്രിക്സ് കാണുമ്പോൾ 15 -15 -15 15 എന്ന് വരും. നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി, R2 ഷിഫ്റ്റഡ് ടു R2 പ്ലസ് R1 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ 15 - 15 0 0 എന്ന് വരും. ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ 15x1 - 15x2 ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ x1 - x2 0 വിച്ച് ഇസ് x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് നമുക്ക് ആർബിട്രറി ആയിട്ടൊരു വാല്യൂ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ x1ഉം x2ഉം ഈക്വൽ തന്നെയാണ്, അപ്പോൾ അതിന് t എന്ന് കൊടുക്കാം. സോ x1 ഈസ് ഈക്വൽ ടു x2 ഈക്വൽ ടു t എന്ന് വരും. സോ യു ക്യാൻ റൈറ്റ് x1 x2 എന്ന് പറയുന്ന വെക്ടർ t കോമൺ ആയിട്ട് പുറത്തെടുത്താൽ യു വിൽ ഗെറ്റ് 1 1. സോ യു വിൽ ഗെറ്റ് ആൻ ഐഗൺ വെക്ടർ ഫോർ λ ഈക്വൽ ടു 2 ആസ് 1 1 എന്ന് പറയുന്ന വെക്ടർ കിട്ടി. ഇനി ഈ ഒരു വെക്ടറിനെ നമ്മൾ നോർമലൈസ് ചെയ്യുകയും കൂടി വേണം. നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോമുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ നമ്മളിതിന് x1 എന്ന് പറഞ്ഞൊരു പേര് കൊടുത്താൽ 1 1 എന്ന് പറയുന്ന വെക്ടറിന് നമ്മൾ x1 എന്നൊരു പേര് കൊടുത്തു. നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ x1 ബൈ നോം ഓഫ് x1 എന്നാണ് പറയുക. വേർ നോം ഓഫ് x1 എന്ന് പറയുന്നത് ഈ ഒരു x1ലുള്ള എലമെൻറ്റ്സ് 1 1 ആണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 1² പ്ലസ് 1². സോ യു വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ ആ റൂട്ട് 2 എന്ന് കിട്ടും. ആ റൂട്ട് 2നെ കൊണ്ട് x1ൻ്റെ ഓരോ ക്വാണ്ടിറ്റിയും ഡിവൈഡ് ചെയ്ത് എഴുതുക. അതായത് 1 1 എന്നുള്ളതിൽ 1നെയും 2 1നെയും റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 1/√2 1/√2. ദിസ് ഈസ് ദ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ. ഓക്കെ, അപ്പോൾ ആദ്യം ഐഗൺ വെക്ടർ കാണാം. ഐഗൺ വെക്ടർ കഴിഞ്ഞതിന് ശേഷം നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ കാണാൻ ആ തന്നിരിക്കുന്ന ഐഗൺ വെക്ടറിലുള്ള ഓരോ കോമ്പണൻറ്റിനെയും സ്ക്വയർ റൂട്ട് ഓഫ് x1ഉം x2 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് x1² പ്ലസ് x2². അങ്ങനെ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ നോം. ആ നോമ് വെച്ചിട്ട് ആ തന്നിരിക്കുന്ന വെക്ടറിലുള്ള ഓരോ ക്വാണ്ടിറ്റിയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1/√2 1/√2 എന്ന് കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു λ ഈക്വൽ ടു 2 കിട്ടി. ഇതേ രീതിയിൽ λ ഈക്വൽ ടു 32നും കാണാം. അപ്പോൾ λ ഈക്വൽ ടു 32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കാണാം ആദ്യം. അപ്പോൾ a-32i ചെയ്താൽ യു വിൽ ഗെറ്റ് -15 -15
-15 അത് തന്നെ കിട്ടും. സോ അതിൻ്റെ ഈ ഒരു ക്വാണ്ടിറ്റി 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും സെയിം ആണ് അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. R2 ഷിഫ്റ്റഡ് ടു R2 മൈനസ് R1. അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് -15 എന്ന് മാത്രം കിട്ടും. സോ -15x1 -15x2 = 0 എന്ന് കിട്ടും. അതായത് x1 -x2 = 0 ഓർ x1 = -x2. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് നമ്മൾ എന്ത് ചെയ്യാം? ആർബിട്രറി ആയിട്ടൊരു വാല്യൂ ചൂസ് ചെയ്യാം. x2ന് t കൊടുത്താൽ x1 = -t. സോ x1 x2 എന്ന് പറയുന്നത് എന്ത് വരും? -t t. t കോമൺ ആയിട്ട് ഇങ്ങ് പുറത്തെടുത്താൽ -1 1. അപ്പോൾ ഐഗൺ വെക്ടർ കിട്ടി -1 1. ഇനി നമുക്ക് എന്ത് വേണം? നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ വേണം. അപ്പോൾ ഇവിടെ -1ഉം 1ഉം ആണ് അതിലെ എൻട്രീസ്. സോ നോം ഓഫ് അതിന് x2 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സോ നോം x2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1 ദ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് അഗെയിൻ യു വിൽ ഗെറ്റ് √2. സോ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ എന്ന് പറയുമ്പോൾ ഈ -1 1ലെ ഓരോ ക്വാണ്ടിറ്റിയെയും √2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ -1/√2 1/√2. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ രണ്ട് നോർമലൈസ്ഡ് ഐഗൺ വെക്ടേഴ്സും കോളംസ് ആയിട്ട് വരുന്ന മെട്രിക്സ് എഴുതാം. അതായത് ആദ്യം കിട്ടിയിരുന്നത് 1/√2 1/√2 ആണ്. രണ്ടാമത് കിട്ടിയത് -1/√2 1/√2. അത് രണ്ടും രണ്ട് കോളം ആയിട്ടുള്ള ഒരു വെക്ടർ. യു ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എക്സ്. അതൊരു കുറച്ച് വലിയ ക്യാപിറ്റൽ എക്സ് ആയിട്ട് എഴുതാം. ഓക്കെ, യു ക്യാൻ ഡിഫൈൻ എക്സ് ഇസ് ഈക്വൽ ടു ദിസ് വെക്ടർ, ദിസ് മെട്രിക്സ് 1/√2 1/√2 വരുന്ന ആദ്യത്തെ കോളം, പിന്നെ -1/√2 1/√2 സെക്കൻഡ് കോളം ആയിട്ട് വരുന്ന രീതിയിൽ എക്സ് എഴുതാം. ദെൻ എക്സ് നമുക്ക് എന്താ വേണ്ടത്? എക്സിനെ വൈയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു അല്ലേ? x1 x2നെ y1 y2ൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ യു ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ ദാറ്റ് വെക്ടർ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഈ ക്യാപിറ്റൽ 1/√2 -1/√2 1/√2 1/√2 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ്. ദെൻ y എന്ന് പറയുന്നത് y1 y2 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതായത് ആദ്യത്തെ എൻട്രി എന്ത് വരും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1/√2 ഇൻറ്റു y1 മൈനസ് 1/√2 ഇൻറ്റു y2. അതുപോലെ സെക്കൻഡ് കോളത്തിൽ ഈ ഒരു സെക്കൻഡ് കോളം ഇൻറ്റു സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/√2 ഇൻറ്റു y1 പ്ലസ് 1/√2 ഇൻറ്റു y2. അതായത് you can say that x1 will be equal to the first one. അല്ല, x1 എന്ന് പറയുന്നത് y1 മൈനസ് y2/√2 ആൻഡ് x2 എന്ന് പറയുന്നത് ഇത് y1 പ്ലസ് y2/√2. അപ്പോൾ നമ്മൾ x1 y1 എന്ന് പറയുന്നതിന് y1 y2ൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. അതായത് എക്സ്പ്രസ് എക്സ് ഇൻ ദ ടേംസ് ഓഫ് വൈ എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെക്ഷനും കൂടെ എഴുതാം. അതല്ല കനോണിക്കൽ ഫോം മാത്രം എഴുതാനാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യത്തെ ആ ഒരു പാർട്ട് മാത്രം ചെയ്യാം. അതേ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. x1 സ്ക്വയർ മൈനസ് 12 x1 x2 പ്ലസ് x2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 70. അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ഇതിൻ്റെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ എഴുതണം. ഇതിൽ എ എങ്ങനെ വരും? x1 സ്ക്വയറിൻ്റെയും x2 സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻറ്റ് 1ഉം 1ഉം. ആ 1ഉം 1ഉം ഡയഗണലി എഴുതുക. ദെൻ x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റ് -12 ആണ്. അതിൻ്റെ ഹാഫ് -6. സോ അതാണ് -6 1 2th പൊസിഷനിലും 2 1th പൊസിഷനിലും എഴുതി. ഇനി ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കാണണം. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഐഗൺ വാല്യൂസ് ആസ് 7 ആൻഡ് -5. ഓക്കെ, രണ്ട് ഐഗൺ വാല്യൂസ് കിട്ടുന്നത് 7ഉം -5ഉം ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ കനോണിക്കൽ ഫോം λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു q എന്നുള്ള ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ 7 y1 സ്ക്വയർ -5 y2 സ്ക്വയർ ഈക്വൽ ടു q. ഇവിടുത്തെ q പറഞ്ഞിരിക്കുന്നത് 70 ആണ് അല്ലെ? ക്വസ്റ്റ്യനകത്ത് 70 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 70. അപ്പോൾ ഇതാണ് കനോണിക്കൽ ഫോം. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? ഈ ഒരു 70 വെച്ച് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 7 y1 സ്ക്വയർ ബൈ 70 മൈനസ് 5 y2 സ്ക്വയർ ബൈ 70 ഈക്വൽ ടു 1. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ y1 സ്ക്വയർ ബൈ 10 മൈനസ് y2 സ്ക്വയർ ബൈ 14 ഈക്വൽ ടു 1.
അല്ലേ? അപ്പോൾ അത് y1 സ്ക്വയർ ബൈ റൂട്ട് 10 ദ സ്ക്വയർ മൈനസ് y2 സ്ക്വയർ ബൈ റൂട്ട് 14 ദ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലാണ്. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് എന്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഹൈപ്പർബോള, അല്ലേ? പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിൽ, അല്ലേ? എലിപ്സിൻ്റെയും ഹൈപ്പർബോളയുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് ഹൈപ്പർബോളയുടെ ഫോമാണ്. സോ ദിസ് റെപ്രസെൻറ്റ്സ് എ ഹൈപ്പർബോള. കനോണിക്കൽ ഫോമും അതുപോലെ ഏത് കോണിക് സെക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനെ വൈഡ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ട്രാൻസ്പോസ് എക്സ് ഇൻ ടേം കൺവേർട്ട് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്നുള്ള രീതിയിലും കൂടെ ഉണ്ടെങ്കിൽ ഓരോ ഐഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കാണാം. ഇപ്പോൾ ഇവിടെ ലാംഡ ഈക്വൽ ടു 7 കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കാണാം. മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കറിയാമല്ലോ ഐഗൺ വെക്ടർ കാണാൻ. അപ്പോൾ യു വിൽ ഗെറ്റ് -1 1 എന്നാണ് ഇവിടെ കിട്ടുന്നത് ഐഗൺ വെക്ടർ. അപ്പോൾ അതിൻ്റെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ ഇവിടെയും അതിൻ്റെ നോർമ് കാണുമ്പം റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 2 തന്നെയാണ് വരിക. അപ്പോൾ റൂട്ട് 2 വെച്ച് രണ്ടും ഡിവൈഡ് ചെയ്യുക. സോ -1/√2 1/√2 ദാറ്റ് ഇസ് ദ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ. ഇതേ രീതിയിൽ തന്നെ ലാംഡ ഈക്വൽ ടു -5 കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഐഗൺ വെക്ടർ ആസ് 1 1. അപ്പോൾ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ 1/√2 1/√2 തന്നെ കിട്ടും. ദെൻ യു ക്യാൻ ഡിഫൈൻ എക്സ് ആസ് ആ ഒരു കോളംസ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ട് നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ കോളമായിട്ട് എഴുതിയിട്ടുള്ള ക്യാപിറ്റൽ എക്സ് -1/√2 1/√2 ഫസ്റ്റ് കോളം, ദെൻ 1/√2 1/√2 സെക്കൻഡ് കോളം. ദെൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു എക്സും ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ y1 y2 എഴുതുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ -1/√2 ഇൻറ്റു y1 പ്ലസ് 1/√2 ഇൻറ്റു y2 വരും. അതുപോലെ അടുത്തത് 1/√2 ഇൻറ്റു y1 പ്ലസ് 1/√2 ഇൻറ്റു y2 എന്നും വരും. സോ x1 ഇസ് ഈക്വൽ ടു -y1 പ്ലസ് y2/√2. x2 എന്ന് പറയുന്നത് y1 പ്ലസ് y2/√2 എന്ന് കിട്ടും. ഓക്കെ, അതേ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. 9x1 സ്ക്വയർ പ്ലസ് 6x1 x2 പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 10. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ആ ഒരു എ എങ്ങനെ എഴുതാം? ഇവിടെ x1 സ്ക്വയറിൻ്റെയും x2 സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻറ്റ് 9 ഉം 1 ഉം ആണ്. 9 and 1 ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇൻ ദ ഡയഗണൽ. പിന്നെ x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്. 6ൻ്റെ പകുതി 3 ആ 3 ഉം 3 ഉം ഇവിടെ എടുത്ത് എഴുതി. യു വിൽ ഗെറ്റ് എ. അതിനുശേഷം എയുടെ ഐഗൺ വാല്യൂസ് കാണണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ യു ക്യാൻ സി 9 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ -9 ഈക്വൽ ടു 0. അത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ ഈക്വൽ ടു 0 എന്ന് വരും. സോ ലാംഡ കോമൺ ആയിട്ട് ഇങ്ങ് പുറത്തെടുത്താൽ ലാംഡ ഇൻറ്റു ലാംഡ -10 ഈക്വൽ ടു 0. സോ യു വിൽ ഗെറ്റ് 0 ആൻഡ് 10 ആസ് ദ ഐഗൺ വാല്യൂസ്. സോ ദ കനോണിക്കൽ ഫോം എന്ന് പറയുമ്പോൾ 0y1 സ്ക്വയർ പ്ലസ് 10y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ. ഇവിടുത്തെ ക്യൂ 10 ആണ് ക്വസ്റ്റ്യനിൽ. സോ 0y1 സ്ക്വയർ എന്ന് പറയുമ്പോൾ പിന്നെ ആ ടേം ഇല്ല. അപ്പോൾ 10y2 സ്ക്വയർ ഈക്വൽ ടു 10 വരും. സോ യു വിൽ ഗെറ്റ് y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് മാത്രമാണ് കിട്ടുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് y2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ y ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ x ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലേ? x ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതുപോലെ y ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഇവിടെ y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ y2 ഈക്വൽ ടു 1 ആൻഡ് y2 ഈക്വൽ ടു -1 ബോത്ത് റെപ്രസെൻറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ യു വിൽ ഗെറ്റ് y2 ഈക്വൽ ടു എ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു കനോണിക്കൽ ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോമിനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റിയാൽ യു വിൽ ഗെറ്റ് എയ്തർ എ കോണിക് സെക്ഷൻ ഓർ എ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വൈയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഐഗൺ വെക്ടേഴ്സ് കാണാം. ആദ്യം ലാംഡ ഈക്വൽ ടു 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കാണാം. അപ്പോൾ ലാംഡ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എ മൈനസ് ലാംഡ എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഐഗൺ വെക്ടർ കാണുമ്പോൾ യു വിൽ ഗെറ്റ് x1 x2 ആസ്
മൈനസ് 1 3 എന്ന് കിട്ടും അല്ലേ. ടി 3t എന്നാണ് കിട്ടുക, സോറി മൈനസ് 3t, ടി മൈനസ് 3t. അപ്പോൾ ടി കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 മൈനസ് 3. അപ്പോൾ 1 മൈനസ് 3 എന്നുള്ളത് ഐഗൺ വെക്ടർ കിട്ടും. അതിൻ്റെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ ഇവിടെ നോർമലൈസ് ചെയ്യാൻ ഇതിൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 3 മൈനസ് 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 9 എന്ന് പറയുന്നത് റൂട്ട് 10 ആണ് വരിക. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റിയും റൂട്ട് 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 1/√10 മൈനസ് 3/√10. ഇതാണ് നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ കിട്ടുക. അതേപോലെ തന്നെ ലാംഡ ഈക്വൽ ടു 10ന് കറസ്പോണ്ടിങ് ആയിട്ടും കാണാം. അപ്പോൾ എ മൈനസ് 10i ചെയ്യുക, യു വിൽ ഗെറ്റ് മൈനസ് 1 3 0 0 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് x1 ഈക്വൽ ടു 3x2 എന്നുള്ള ഫോമിലാണ് കിട്ടുക. അപ്പോൾ x2ന് ടി കൊടുത്താൽ x1 is 3t. സോ യു വിൽ ഗെറ്റ് 3t ടി പുറത്തെടുത്താൽ 3 1 എന്ന് കിട്ടും. അപ്പോൾ അവിടെയും നോർമലൈസ് ഐഗൺ വെക്ടർ കാണാൻ നോം ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 ആണ്. സോ റൂട്ട് 10 വെച്ച് ഓരോ ക്വാണ്ടിറ്റിയും ഡിവൈഡ് ചെയ്യുക. 3/√10 1/√10. അതിനുശേഷം ആ കിട്ടിയിരിക്കുന്ന രണ്ട് നോർമലൈസ്ഡ് ഐഗൺ വെക്ടറും കോളമായിട്ടുള്ള വെക്ടർ എക്സ് എഴുതുക. സോ യു വിൽ ഗെറ്റ് 1/√10 മൈനസ് 3/√10 ഫസ്റ്റ് കോളം, അതുപോലെ 3/√10 1/√10 ആസ് സെക്കൻഡ് കോളം. അതിനുശേഷം സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ, അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ് ഇൻറ്റു y1 y2. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. x1 x2 എന്നുള്ളതിന് x1 വിൽ ബി y1, x1 ഇസ് ഈക്വൽ ടു y1 പ്ലസ് 3y2, അതുപോലെ x2 ഈക്വൽ ടു മൈനസ് 3y1 പ്ലസ് y2 /√10 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. അതിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ മാത്രം ഈ ഒരു ഭാഗം എഴുതിയാൽ മതി. വെറും കനോണിക്കൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു q എന്നുള്ള ആ ഒരു ഫോമിൽ എഴുതുക. അതുപോലെ ഏത് കോണിക് സെക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കണമെങ്കിൽ കോണിക് സെക്ഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വെച്ച് കുറച്ച് ഹോംവർക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിൽ വരുന്ന വേറൊരു ഭാഗമാണ് ഡെഫിനിറ്റ്നെസ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം അല്ലെങ്കിൽ അതിൻ്റെ സിമെട്രിക് മെട്രിക്സ്, ഒരു ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രിക് മെട്രിക്സ് എ, ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഇഫ് q of x is strictly positive for all x not equal to 0, and it is called a negative definite if q of x is less than 0 for all x not equal to 0, and indefinite if q of x take both positive and negative values. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പോസിറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഡിഫൈൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ അതിനൊരു തിയറം ഉണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഫോം QX and A are positive definite if and only if all the eigen values of A are positive. അപ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് കാണുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രിക് മെട്രിക്സ് എയുടെ ഐഗൺ വാല്യൂസ് കാണുക. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഐഗൺ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. അതുപോലെ നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂസ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ട് അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് ഐഗൺ വാല്യൂസ്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. ഷോ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഫോം 4x1 സ്ക്വയർ പ്ലസ് 12xy പ്ലസ് 13y സ്ക്വയർ ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4x1 സ്ക്വയർ, x1 അല്ല എക്സും വൈയും ആണ് ഇവിടെ. അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 12xy പ്ലസ് 13y സ്ക്വയർ ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതാം. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻറ്റ് 4ഉം 13ഉം. 4ഉം 13ഉം ഇവിടെ വരണം, ഡയഗണലിൽ വരണം 4ഉം 13ഉം. പിന്നെ എക്സ് വൈയുടെ കോഎഫിഷ്യൻറ്റ് 12 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 6. ആ 6 ആണ് ഇവിടെ 1 2th പൊസിഷനിലും 2 1th പൊസിഷനിലും കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ എയുടെ ഐഗൺ വാല്യൂസ് കാണുന്ന മെത്തേഡൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ ഒത്തിരി പ്രോബ്ലത്തിൽ ഐഗൺ വാല്യൂസ് കണ്ടതാണ്. അപ്പോൾ ഐഗൺ വാല്യൂസ്, ഈ ഒരു എയുടെ ഐഗൺ വാല്യൂസ് കണ്ടാൽ യു വിൽ ഗെറ്റ് 1 and 16. അപ്പോൾ ഐഗൺ വാല്യൂസ് 1ഉം 16ഉം രണ്ടും പോസിറ്റീവാണ്. സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഡെഫിനിറ്റ് ആണോ, പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതുക. അതിനുശേഷം ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കാണുക. അതിൻ്റെ സൈനിനനുസരിച്ച് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാം. ഇനി ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിട്ട് കിട്ടിയാൽ, ഇപ്പോൾ നമ്മൾ മുമ്പൊരു പ്രോബ്ലം, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് 7ഉം -5, അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ആ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണ്. അതായത് ഒരു വാല്യൂ പോസിറ്റീവും ഒരു വാല്യൂ നെഗറ്റീവും വന്നാൽ അത് ഇൻഡെഫിനിറ്റ് ആണ്. ഇനി ഒന്ന് പോസിറ്റീവ് ഒന്ന് 0യും വരുവാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്നാണ് പറയുക കേട്ടോ. അതുപോലെ ഒന്ന് നെഗറ്റീവും ഒന്ന് 0യും വന്നാലും നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ 0 വരുമ്പോൾ അതിൽ സെമി എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ വരും, സെമി ഡെഫിനിറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഭാഗങ്ങൾ. ഈ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.